ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇമ്പോർട്ടൻറ്റും എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ എടുക്കാമെന്ന്. സൈക്കോളജിയിലെ ലേണിംഗ് ഡിസേബിലിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇന്ന് 3 ഡിസേബിലിറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഡിസ്ലെക്സിയ, രണ്ടാമത്തെ ഡിസ്കാൽക്കുലിയ, മൂന്നാമത്തെ ഡിസ്ഗ്രാഫിയ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലേണിംഗ് ഡിസേബിലിറ്റിയിലേക്ക് പോവാം. ഡിസ്ലെക്സിയ. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ലേണിംഗ് ഡിസേബിലിറ്റിയാണ്. അപ്പോൾ ഈ ഡിസ്ലെക്സി ഉള്ള കുട്ടികൾക്ക് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ സ്പെല്ലിങ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വേർഡ് ഡീകോഡ് ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ സൗണ്ട്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഡിസേബിലിറ്റി ഉള്ള ഈ കുട്ടികൾക്ക് റീഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും. അതേപോലെ തന്നെ അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഡിസ്ലെക്സി ഉള്ള കുട്ടികൾക്ക് ഇൻ്റലിജൻസ് ഇപ്പോൾ കുറവായിരിക്കും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നമ്മൾ വിചാരിക്കും. പക്ഷേ ഡിസ്ലെക്സി ഉള്ള കുട്ടികൾക്ക് ഇൻ്റലിജൻസ് ഒക്കെ വളരെ നോർമലായിരിക്കും. പക്ഷേ ഇവർക്ക് ആകെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ മാത്രം ഇവർക്ക് ഉണ്ടാവും, ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ചിട്ടൊരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ലേണിംഗ് ഡിസ്ലെക്സി ഉള്ള ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഓറലി അത് നല്ലോണം വൃത്തിക്ക് എന്താ മനസ്സിലായെന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ചിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ വായിക്കാനുള്ള ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്കത് വായിക്കാനോ മനസ്സിലാക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ചൈൽഡ് നോ ദ ആൻസർ ഓറലി ബട്ട് സ്ട്രഗിൾ ടു റീഡ് ദ ക്വസ്റ്റ്യൻ ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. എന്ന് വെച്ചാൽ കുട്ടിക്ക് ആൻസർ ഓറലി പറയാൻ അറിയായിരിക്കും, പക്ഷെ കുട്ടിക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഡിസ്ലെക്സിയ. ഇനി അടുത്തതാണ് ഡിസ്കാൽക്കുലിയ. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് ഡിസേബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ മാത്തമാറ്റിക് സ്കില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസേബിലിറ്റിയാണ്. അപ്പോൾ ഡിസ്കാൽക്കുലിയുള്ള കുട്ടികൾക്ക് കൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അതൊക്കെ ചെയ്യുമ്പോൾ ഇവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്പേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ നടത്തുന്ന സമയത്ത് അത് മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ടൈം, ഡേറ്റ്സ്, അതേപോലെ തന്നെ മണി, മെഷർമെൻറ്റ് അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഇവർക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള എക്സ്പ്രഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ. ഇനി ഇവരുടെ കേസിൽ ഇൻ്റലിജൻസും വളരെ നോർമലാണ്, പക്ഷേ ഓൺലി മാത്തമാറ്റിക്കൽ സ്കിൽസ് മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 20 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 15 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയോട് ഇപ്പോൾ 7ഉം 3ഉം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി കൈകൊണ്ട് ഇങ്ങനെ എണ്ണും. അതൊക്കെ എന്താണ് ഡിസ്കാൽക്കുലിയുടെ ഒരു സിംറ്റമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലോക്കിൽ നോക്കിയിട്ട് സമയം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ തന്നെ എസ്റ്റർഡേയും ടുമാറോയും തമ്മിലുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ എന്ത് ചെയ്യും, കുട്ടിക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസേബിലിറ്റിയാണ്. ഇനി അടുത്തതാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസേബിലിറ്റിയാണ്. അപ്പോൾ ഇത് എഴുതുന്നതിലുള്ളൊരു ഡിസേബിലിറ്റിയാണ്. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് ഡിസേബിലിറ്റിയാണ്. ഇപ്പോൾ കുട്ടിക്ക് ഒരു കാര്യം എഴുതുന്ന സമയത്ത്, അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടി മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എഴുതുന്ന സമയം, എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും, ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. അതേപോലെ തന്നെ തിങ്കിങ് റൈറ്റിംഗ് തമ്മിലുള്ള കോർഡിനേഷൻ വളരെ പൂറായിരിക്കും. അതേപോലെ തന്നെ കുട്ടി എഴുതുന്ന സമയത്ത് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും. അതേപോലെ തന്നെ വളരെ മെസ്സി ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് വായിക്കാൻ മനസ്സിലാവാത്ത രീതിയിലായിരിക്കും കുട്ടി എഴുതുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടി ഒരു കാര്യം മനസ്സിലാലോചിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതുക, ബഹുമാനപ്പെട്ട ഇന്ന ആൾക്ക് നല്ല എഴുതുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലെറ്റർ ഫോർമാറ്റ് ഉണ്ടാവില്ലേ, അങ്ങനെ ലെറ്റർ ഫോർമാറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐഡിയ കുട്ടിയുടെ മനസ്സിലുണ്ട്, അതിപ്പോൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇവർക്ക് ഉണ്ടാവില്ല. അതിലൊക്കെ ഇവർ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ പെട്ടെന്ന് ഇവരെന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു കാര്യം ഇവരുടെ മനസ്സിൽ കറക്റ്റായിട്ടുണ്ട്, ഇപ്പോൾ ഒരു കറക്റ്റ് തീമുണ്ട്, അത് ഇവർക്ക് എഴുതി ഫലിപ്പിക്കാനുള്ളൊരു കഴിവ് ഇവർക്ക് കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് 3 കാര്യങ്ങൾ പഠിച്ചു. ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ. ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ റീഡിംഗ് പ്രോബ്ലം ആണ്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ മാത്സ് പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ